ആ താൻ വയ്ക്കോ, തന്റെ ആഗ്രഹം നടക്കട്ടെ. ഓഫീസിൽ എന്താ എത്ര വലിയ പ്രശ്നം? അതെ, കുറച്ച് കണക്കുകളുടെ കാര്യമാ, തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. താനേ ഫോൺ വെച്ചോ, ഞാൻ ഇത്തിരി തിരക്കില്ല. സാറ് ടോട്ടൽ മൂഡ് ഓഫ് ആയില്ലേ? ബെഞ്ചമിൻ, കമ്പനിയുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തതിന് ശേഷം ഇത്രയും വലിയൊരു പ്രതിസന്ധി വരുന്നത് ഇതാദ്യമാണ്. അതും കൈ നിൽക്കാത്ത ഒരു കണ്ടീഷനിൽ. പ്രശ്നങ്ങൾ വരട്ടെ സാർ, അത് പരിഹരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അതല്ലേ ബിസിനസ്സിലൊരു ത്രില്ലെന്ന് പറയുന്നത്. ഏയ്, ബെഞ്ചമിൻ പറയുന്ന പോലെ ഞാനത്ര ഈസി ആയിട്ട് കാണുന്നില്ല. സാർ, ഞാനത് ഈസി ആയിട്ട് എടുത്തതല്ല, പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണെന്ന് നമ്മൾ കരുതിയ ഇതൊരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സോ ബി കോൺഫിഡന്റ്. നമ്മളെ കൊണ്ട് പറ്റും സാർ. ഓക്കെ, വി വിൽ ട്രൈ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോ നമ്മളിന്ന് കാണുന്നുണ്ടോ? നോ നോ ഹർഷ, ഇന്ന് നമ്മൾ കാണില്ല. ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഓ, പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? യെസ്, അത് മുൻപേ ഏറ്റെടുത്തൊരു ചുമതലയാ. ഞാനതിന് അഡ്വാൻസും വാങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്നത്തെ ഫംഗ്ഷനോടെ ഞാനതങ്ങ് ഫിനിഷ് ചെയ്യും. കൊലപാതകം? അത് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ചില കൊലപാതകങ്ങൾ ഇൻട്രസ്റ്റിംഗ് തന്നെയാ. നമ്മൾ നാളെ രാവിലെ കാണുന്നു, എന്റെ ഡ്യൂട്ടി ചെയ്തു തീർത്തിട്ട്. ഓക്കെ. എത്തുമ്പോ തന്നെ ഫംഗ്ഷൻ ആരംഭിക്കാൻ പറ്റുമല്ലോ അല്ലേ? വേറെ തടസ്സമൊന്നുമില്ല. ശ്യാമ മേഡത്തിന് വേറെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചാ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ, മേഡം വന്നല്ലോ, എത്തി. നമസ്കാരം. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം മേഡം. അന്ന് ഞങ്ങൾ വിളിച്ചപ്പോഴും മേഡം സ്ഥലത്തില്ലായിരുന്നു. ഞാനും ആഗ്രഹിച്ചതാ. ഒരുപക്ഷെ ഇതായിരിക്കും സമയം. ഫംഗ്ഷൻ ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല മേഡം, ശ്യാമ മേഡം സ്റ്റേജിലെത്തിക്കഴിഞ്ഞാ ഉടൻ തന്നെ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ നീളില്ല, ഗ്യാരണ്ടി. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പറയും, പക്ഷെ വേദിയിൽ എത്തിക്കഴിഞ്ഞാ ചിലരുടെ പ്രസംഗം മണിക്കൂറുകൾ നീളും. അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ പറയുന്നത്. ഇല്ല മേഡം, ഉറപ്പാ. മേഡം വന്നോളൂ. അവിടെ എന്നെ കുറിച്ച് നിങ്ങൾ വേദനിച്ചോ? എന്താമ്മേ, ഞാൻ പ്രസവിച്ചു നിങ്ങൾ പറഞ്ഞില്ലേ? പ്രസവിച്ച മകള് മരിച്ചു പോയിട്ട് 30 ദിവസമെങ്കിലും വിഷമം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നേ.
നീതിമാനായ ദേവനാരായണൻ തിരുമേനി, അച്ഛൻ ആരോടാ നീതി കാണിച്ചിരിക്കുന്നത്? എന്റെ ഭർത്താവിനെ, എന്റെ കൂടെ ജീവിച്ചിരുന്ന ആളിനെ വേറൊരുത്തേക്ക് പിടിച്ചു കൊടുത്തപ്പോ അതിൽ എന്തായിരുന്നു നീതി? എനിക്ക് അവഗണനകൾ മാത്രം കിട്ടിയിട്ടുള്ളത്. ജീവിച്ചാലും ചത്താലും പ്രിയങ്കയ്ക്ക് അവഗണന മാത്രം ഉള്ളത്. എനിക്ക് എന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഞാൻ എന്ത് മാർഗവും നോക്കും. ചിലപ്പോ ഗർഭിണിയായിട്ട് അഭിനയിക്കും, ബുദ്ധിയില്ലാത്തവളായിട്ട് നടിക്കും. അതെന്റെ സൗകര്യമാ. തെരുവിൽ നിന്നെടുത്ത് വളർത്തിയവൾക്ക് എല്ലാം ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കും. കണക്ക് കൂട്ടി നോക്ക്, പ്രിയങ്കയ്ക്ക് എന്താ തന്നിട്ടുള്ളതെന്ന്. എന്നെ ചതിച്ച് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചൊരു ജീവിതം അവള് ജീവിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അത് ഞാൻ തകർക്കും. വരുണും കണിമംഗലവും എന്റെ അവകാശമാ. അതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യും, കൊല്ലും. കാര്യം രണ്ടുപേർക്കും മനസ്സിലായല്ലോ. മുത്തശ്ശി, ഞാൻ അകത്തോട്ട് പോവാം.